എത്രമാത്രം എനർജി ഉണ്ടെന്ന് ഞാൻ എപ്പോഴാണ് അറിയുന്നത്. നിങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് കഴിച്ചിട്ട് വന്നത് കാണും, പക്ഷെ ഇത്രമാത്രം എനർജി കഴിച്ചിട്ട് ഉണ്ടാവുമെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. അടിപൊളി. വർണ്ണിക, വർണ്ണിക, വർണ്ണങ്ങളാവട്ടെ നിങ്ങളുടെ ജീവിതങ്ങളും എല്ലാം ഒരുപാട് നല്ല നല്ല കളർഫുൾ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ഇവിടെ ഞാൻ ശരിക്കും ഇരിഞ്ഞാലക്കുടയിൽ മറ്റേ ഒരുപാട് ബന്ധുക്കാരുണ്ട് എനിക്ക്. അപ്പൊ ഞാൻ ഈ പെട്ടിപ്പെരുന്നാളിന് വരാറുണ്ട് ഇടയ്ക്ക്, എല്ലാ വർഷവും. ഇവിടുത്തെ ഇരിഞ്ഞാലക്കുടക്കാരുണ്ടോ? നിങ്ങൾ അടിപൊളി. അപ്പൊ ഞാൻ എപ്പോഴും പെരുന്നാളുകൾക്കൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. സെന്റ് ജോസഫിൽ ആദ്യമായിട്ടാണ്. അപ്പോ വന്നപ്പോഴാണ് അറിഞ്ഞത് സിസ്റ്റർ ബ്ലെസ്സിങ് ഇവിടെയാണ് പഠിച്ചത്. അപ്പൊ ഇവിടുത്തെ പൾസ് അറിയാം, ഇവിടുത്തെ സ്റ്റുഡൻസിന്റെ എന്താണ് ആവശ്യം, എന്തൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ അറിയാം എന്ന് പറഞ്ഞു. സോ അങ്ങനെ ഒരു പ്രിൻസിപ്പളിനെ കിട്ടാൻ അടിപൊളിയാണ്. പിന്നെ പുള്ളിക്കാരി എന്നെ പറ്റി കുറച്ച് അന്വേഷിച്ചിട്ട് ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞ കാരണം താങ്ക് യു. എന്നെ ഗ്ലാഡസ് ആണ് വിളിക്കുന്നത്. ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ ആക്ച്വലി പുറത്തൊരു ചെറിയൊരു യാത്രയിലായിരുന്നു, ശ്രീലങ്കയിലായിരുന്നു. അപ്പൊ അവിടുന്ന് ഇന്നലെ ഇവിടെ എത്തിയുള്ളൂ. ശരിക്കും ചെന്നൈയിലൂടെ ആയിരുന്നു ഫ്ലൈറ്റ്. ഇങ്ങോട്ട് എത്താൻ പറ്റുമല്ലേ എന്ന് അറിയത്തില്ലായിരുന്നു. ഇവിടെ അവിടെ ഫ്ലഡ് ആയാലും പെട്ടെന്ന് ഉള്ള ഫ്ലൈറ്റ് ക്യാൻസലായി. പിന്നെ ഭാഗ്യത്തിന് ദൈവം സഹായിച്ച് ഇവിടെ എത്തി. സോ ഇറ്റ്സ് ഓൾ ഗുഡ്. ഞാൻ എന്തിനെ തിരിച്ച് ചെന്നൈയിലോട്ട് പോകും. അപ്പൊ എനിക്ക് നിങ്ങളൊക്കെ കാണാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ കുറച്ച് അധികം കോളേജുകളിലൊന്നും പോയിട്ടില്ല, അധികം ഇങ്ങനെ സംസാരിച്ച് വലിയ ശീലങ്ങളുമില്ല. പക്ഷെ വന്നപ്പോ എന്റെ സിനിമയിലെ എല്ലാ ഒരുമാതിരി കുറെ സോങ്സ് ഒക്കെ എല്ലാവരും ഡാൻസ് കളിച്ചു. റിയലി a special thanks to you all. ആദ്യമായിട്ടാണ് അങ്ങനെ. അതില് ഒരു സീൻ എനാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ, റമോലെ, എന്റെ ആദ്യത്തെ സിനിമ. താങ്ക് യു. അപ്പൊ ഈ കുട്ടികളെല്ലാവരും അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു, കളർഫുൾ ആയിരുന്നു. കീപ് ദ എനർജി. എനിക്കൊന്നും ഞാൻ പഠിച്ച കോളേജിൽ ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചത് സത്യഭാമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളേജിലാണ്. ആ കോളേജ് ഭയങ്കര സ്ട്രിക്റ്റ് ആയ കാരണം ബ്ലസ്സി സിസ്റ്റർ ഇല്ലായിരുന്നു അവിടെ. ബ്ലസ്സി സിസ്റ്റർ ഉണ്ടായിരുന്നേ പിന്നെ കുഴപ്പമില്ലായിരുന്നു എന്ന് തോന്നുന്നു. സോ ഞാൻ കുറച്ച് വിടക്കായിരുന്നു അവിടെ. ഇപ്പൊ പിന്നെ കുറച്ച് നന്നായി സിനിമയായിട്ട്. സോ അപ്പൊ അങ്ങനെ ഈ കോളേജ് കാലഘട്ടം എപ്പോഴും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. ആൻഡ് എൻ്റെ 2 സിനിമകൾ ഈ മാസം റിലീസ് ആവുന്നുണ്ട്. ഒരു സിനിമ ഡിസംബർ 20-ാം തീയതി, മാർക്കോ എന്ന സിനിമ. നിങ്ങളെല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണില്ലേ? ഉറപ്പാണോ? എൻ്റെ ചേട്ടനാണ് ഷെരീഫ് മുഹമ്മദ്, പുള്ളിക്കാരനാണ് ആ സിനിമയുടെ പ്രൊഡ്യൂസർ. ആദ്യത്തെ സിനിമയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞ ബാനറിൽ. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയിലോട് വരുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. 18 വയസ്സ് കഴിഞ്ഞല്ലോ അല്ലേ? 18-ന് ശേഷമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ സിനിമ കുറച്ച് വയലൻസ് ഉള്ള സിനിമയാണ്.